വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന സ്ട്രെച്ചിങ് മസിൽ റിക്കവറി ഇംപ്രൂവ് ചെയ്യാനും മസിലിന്റെ സ്റ്റിഫ്നെസ് കുറയ്ക്കാനും ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വർക്കൗട്ടിന് ശേഷം ചെയ്യാൻ പറ്റുന്ന കുറച്ച് അപ്പർ ബോഡി സ്ട്രെച്ചിങ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് സ്ട്രെച്ചിങ് നമ്മുടെ ഷോൾഡേഴ്സിനാണ് ചെയ്യുന്നത്. നിങ്ങളുടെ റൈറ്റ് ഷോൾഡേഴ്സിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ഹാൻഡ് പുറത്തോട്ട് പുഷ് ചെയ്യണം. അറ്റ് സെയിം ടൈം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് നിങ്ങളുടെ റൈറ്റ് ഹാൻഡിനെ നിങ്ങൾ ഉള്ളിലോട്ട് പുൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡേഴ്സിൽ നല്ല രീതിയിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. നെക്സ്റ്റ് വൺ ട്രൈസെപ്സിന് വേണ്ടിയുള്ളതാണ്. ഷോൾഡേഴ്സിന് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഹാൻഡ് ഉപയോഗിച്ച് ഉള്ളിലോട്ട് പുൾ ചെയ്ത് അറ്റ് സെയിം ടൈം നിങ്ങളുടെ ഏത് ട്രൈസെപ്സ് ആണോ വേണ്ടത് ആ ട്രൈസെപ്സിനെ പുറത്തോട്ട് പുഷ് ചെയ്യുകയും ചെയ്യണം. നെക്സ്റ്റ് ലാറ്റിന് വേണ്ടിയുള്ള സ്ട്രെച്ചിങ്സ് ആണ്. ലാറ്റിൻ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും പൈപ്പോ അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നിങ്ങളുടെ കൈ നന്നായിട്ട് ഹോൾഡ് ചെയ്യുക. ബോഡി പതിയെ ബാക്കിലോട്ട് നന്നായിട്ട് ലീൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ലാറ്റിൽ നല്ല രീതിയിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ ചെസ്റ്റിന് വേണ്ടിയുള്ളതാണ്. ഞാൻ ഈ കാണിക്കുന്ന പോലെ നിങ്ങളുടെ കൈ നിങ്ങൾ ഹോൾഡ് ചെയ്യുക. ബോളിലോ അല്ലെങ്കിൽ ഇതുപോലെ പൈപ്പിലോ മറ്റോ നിങ്ങളുടെ ആംസ് ഇതുപോലെ പതിയെ ഫിക്സ് ചെയ്യണം. പതിയെ നിങ്ങളുടെ ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ട്വിസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ചെസ്റ്റിൽ നല്ല രീതിയിൽ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യും. അടുത്തത് നമ്മുടെ ബൈസെപ്സിനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫിസ്റ്റ് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തതിന് ശേഷം സെയിം തിങ് നമ്മൾ ചെസ്റ്റിന് ചെയ്ത സെയിം തിങ് തന്നെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ ബൈസെപ്സ് സ്ട്രെച്ച് ആവുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. അടുത്തത് കാറ്റ് ആൻഡ് കൗ പോസസ് ആണ്. നിങ്ങളുടെ സ്പൈനൽ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വൺ ഓഫ് ദ ബെസ്റ്റ് വർക്കൗട്ട് ആണ്. നിങ്ങളുടെ ബാക്കിലുള്ള സ്റ്റിഫ്നെസ് റിലീസ് ചെയ്യാൻ ഇത് ശരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ബാക്ക് ഈ റൗണ്ട് അപ്വേർഡ് ആയിട്ട് ഹോൾഡ് ചെയ്യുന്നതിനെ കാറ്റ് പോസ് എന്നും ഹെഡ് ലിഫ്റ്റ് ചെയ്ത് നിങ്ങളുടെ ബാക്ക് ഡൗൺവേർഡ് ആക്കായിട്ട് ഹോൾഡ് ചെയ്യുന്നതിനെ കൗ പോസ് എന്നും പറയും. ഈ സ്ട്രെച്ചിങ്സ് എല്ലാം തന്നെ 15 to 30 seconds എങ്കിലും നിങ്ങൾ ഹോൾഡ് ചെയ്യണം. 2 to 3 times എങ്കിലും നിങ്ങൾ ഇതെല്ലാം തന്നെ പെർ മസിൽ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ വേണം.